ഈ ലോക ജീവിത ഭാരങ്ങളാ എൻ തോണിവാലഞ്ഞിടുമ്പോ ഈ ലോക ജീവിത ഭാരങ്ങളാ എൻ തോണിവാലഞ്ഞിടുമ്പോ ആ മരക്കാരനാ നിൻ സാന്നിധ്യം എന്നെന്നും മതി എനിക്ക്. ആ മരക്കാരനാം നിൻ സാന്നിധ്യം എന്നെന്നും മതി എനിക്ക്. എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിടുന്നതാ. എൻ ജീവിത ഭാരങ്ങളാൽ കേഴണമോ ഈ ഭൂവിൽ. എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിയിടും അതാ. എൻ ജീവിത ഭാരങ്ങളാൽ കേഴണമോ ഈ ഭൂവിൽ. ഹലോ, എന്തുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എന്തുണ്ട് സുഹൃത്തുക്കളെ, സുഖമായിരിക്കുന്നു? ദേവദാസൻ എന്നാണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹാകൃപയാൽ ഞാനും സന്തോഷമായിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ പിന്താങ്ങൽ ഒക്കെ എന്നെ വളരെയധികം ആത്മീയ ജീവിതത്തിൽ മുൻപോട്ട് പോകാനുള്ള പ്രചോദനമായി മാറാറുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലായിടത്തും മഴയാണ്. എനിക്ക് 2 ദിവസമായിട്ട് കറണ്ടിൻ്റെ വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് രാവിലെ റെക്കോർഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇന്ന് രാവിലെ സ്തോത്രം പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. നിങ്ങൾ സുഖമായിരിക്കുന്നില്ല, അതിൻ്റെ വലിയ കാര്യം. സ്തോത്രം. ഈ നമ്മൾ ഈ ക്ഷീണിക്കുന്ന സമയത്ത്, മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ക്ഷീണിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ആരുടെയും ഒരു വാക്ക് ഒരുപക്ഷെ നിങ്ങളെ ജീവിപ്പിക്കും, നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ആമേൻ. ഈ ക്ഷീണിക്കുന്ന സമയത്താണ് ഒരു വാക്ക്, അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിന് വല്ലാത്തൊരു ഉന്മേഷം തരുന്നതാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഒരിക്കലേ ശിംശോൻ ഇങ്ങനെ ഈ ഫെലിസ്തരെ കൊന്നു കൂട്ടിയതിന് ശേഷം ശിംശോൻ അങ്ങ് വല്ലാണ്ട് അങ്ങ് ദാഹിച്ചു എന്ന് പറഞ്ഞാൽ വലിയൊരു ഹാർഡ് വർക്ക് ചെയ്ത 1-2 പേരെ അല്ല, 1000 പേരെ വക വരുത്തിയ ഒരു മനുഷ്യൻ. 1000 പേര് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല. അന്ന് പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു വലിയ വാർത്തയായേനെ. ഒരു മനുഷ്യൻ്റെ വില ഭൂലോകത്തെക്കാളും വിലയാണ്. എന്നാൽ അന്നത്തെ കാലത്ത് ശിംശോൻ ജീവിച്ചിരുന്ന ആ കാലയളവിൽ ശിംശോൻ്റെ അടുക്കലേക്ക് വന്ന ശത്രുക്കളെ മുഴുവനും ശിംശോൻ ഉന്മൂലനാശം വരുത്തിയെന്ന് വേണേൽ പറയാം. ശിംശോൻ അതിനെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കണം. ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും. ഒരു കഴുതയുടെ പച്ച താടിയിൽ ഊരിയെടുത്ത് അതെടുത്തിട്ട് അടിച്ചു കൊല്ലുമായിരുന്നു. 1000 പേരെ ഒന്ന് കൂട്ടി തയ്തേക്കുന്നത്. എന്നിട്ട് തളർന്നു പോയാ, ക്ഷീണിച്ചു പോയി. എന്നിട്ട് ദൈവത്തോട് പറയാണ്, ദൈവമേ, ഞാൻ മിക്കവാറും ഇവരുടെ തല്ലുകൊണ്ട് ചാകാനാണ് സാധ്യത എന്നും പറഞ്ഞ് ദൈവത്തോട് അദ്ദേഹം നിലവിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞാനിതൊന്നും അല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം വേറൊരു പ്രവൃത്തി ശിംശോൻ നിൽക്കുന്ന അടുത്ത് തന്നെ ചെയ്യുക. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ രാവിലെ വരുന്നത്. അതെന്താണ്? അല്ല, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അതോ ഉറങ്ങിപ്പോയോ? എഴുന്നേറ്റേ. ആ, കേൾക്കണേ. മയങ്ങിപ്പോയി, ഒന്നും മയങ്ങിയായിരുന്നു ലൈറ്റായിട്ട്. സ്തോത്രം. ആമേൻ. ചായയും കുടിച്ച് ഇത് കേൾക്കണേ. അപ്പൊ ശിംശോന്റെ അടുക്കൽ, ശിംശോൻ നിൽക്കുന്നത് അടുത്ത് തന്നെ, ഒട്ടും ദൂരെയല്ല. കാരണം ആള് ടയർഡാണ്, ഭയങ്കര ടയർഡാണ്.
അദ്ദേഹത്തിന് ഇപ്പോൾ ആവശ്യം അല്പം വെള്ളം കുടിക്കാനാണ് വേണ്ടത്. വെള്ളം കുടിക്കാനാണ് വേണ്ടത്. ഈ ചില ആൾക്കാരുണ്ട്, ഈ നമ്മുടെ ആവശ്യം വെള്ളം കുടിക്കാനാണെങ്കിൽ ഇച്ചിരി വെള്ളം തരുമെന്ന് ചോദിക്കുമ്പം ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരും. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഇത് ദാഹം തീർക്കാൻ വേണ്ടി കപ്പിനകത്താണ് കൊണ്ട് കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ദൈവം കപ്പിനകത്തല്ല കൊടുത്തത്, ദൈവം ഒരു നീരുറവയെ അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു ഉറവ തന്നെ. ഉറവേന്ന് എന്തേലും വെള്ളം വരുന്നത് നമുക്കറിയാമല്ലോ. ഉറവേന്ന് അളവിൽ കവിഞ്ഞ രീതിയിലാണ്. അതാണ് ഉറവയുടെ ഒരു പ്രത്യേകത. ടയേർഡായിട്ട് നിൽക്കുന്ന ഈ മനുഷ്യൻ ഇത്രയും പേരെ വകവരുത്തിയതിന് ശേഷം ആ ഒരു വിജയം ദൈവം അവന് കൊടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പൊ തളർന്നിരിക്കുക. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ മതി. ആ വെള്ളത്തിന് വേണ്ടി താൻ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ദൈവത്തോട് പറയുകയാണ്. കാരണം ഇവിടെ വെള്ളം ഇല്ല, അവിടെ വെള്ളം ഇല്ല, സത്യം അതാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, വെള്ളം അന്വേഷിച്ച് നടക്കേണ്ടിയിരിക്കുന്ന ഒരു മനുഷ്യന് വെള്ളം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ദൈവം ഇതിനെ നിങ്ങൾ എന്തെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ, നിങ്ങൾ ഇറങ്ങി അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് കാര്യം പറയാം, നിങ്ങൾക്ക് അങ്ങോട്ട് എത്തിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് അങ്ങോട്ട് എത്തിച്ചു തരും. വിശ്വസ്തനായിട്ട് നിൽക്കണം. ദൈവത്തിൻ്റെ വഴി തന്നെ ഉണ്ടാകണം. ശിംശോൻ ഈ സമയത്ത് ദൈവത്തിൻ്റെ വഴിയിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആത്മാവ് അവൻ്റെ അടുക്കൽ വരുന്നു. അവൻ ദൈവത്തിന് വേണ്ടി നാസീറായി ജനിക്കപ്പെട്ടവനായതുകൊണ്ട് അവൻ്റെ മാതാപിതാക്കൾ ആ രീതിയിലാണ് അവനെ വളർത്തിക്കൊണ്ടു വന്നത്. സ്തോത്രം. ഇല്ലേ? ആ രീതിയിലാണ് വളർത്തിക്കൊണ്ടു വന്നത്. മാതാപിതാക്കൾ മക്കളെ ഏത് രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്നോ അതിനനുസരിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് ദൈവം ഒരു നീരുറവയല്ല, അവൻ എന്തെല്ലാം വേണോ അത് മുഴുവനും അവൻ്റെ അടുക്കലേക്ക് ദൈവം എത്തിച്ചു കൊടുക്കും. സ്തോത്രം. അത് പറയാനാണ് ഞാനീ വന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് വളർത്തണം. സ്തോത്രം. കേട്ടോ? കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് വളർത്തണം. മക്കളെ എങ്ങനെ നമ്മൾ വളർത്തിയെടുക്കുന്നു അതിലാ കാര്യം ഇരിക്കുന്നു. നമ്മളെ ചുമ്മാ അവനൊരു ഡിസിപ്ലിനും ഇല്ല, ഒരു തൊപ്പിയില്ലാതെ അവനെ വിടരുത്. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ വൈകുന്നേരം ഹോംവർക്ക് എഴുതുന്നതിൻ്റെ കൂടെ അവൻ ഇട്ടുകൊണ്ട് വന്നാൽ ഷൂവും കൂടെ ഒന്ന് പോളിഷ് ചെയ്യാൻ അവനെ പഠിപ്പിക്കണം. പോരാ, അവൻ്റെ ബുക്കുകൾ അവിടെ ഇവിടെയും വലിച്ചിടാതെ ഏത് ബുക്കാണ് എഴുതാനെടുക്കുന്നത് അത് മാത്രം എടുത്ത് ബാക്കി എല്ലാം ഭദ്രമായിട്ട് വെക്കണം. അവിടെ യൂണിഫോമിൻ്റെ ടൈ, ബെൽറ്റ്, പിന്നെ കഴുത്തെ കെട്ടി തൂക്കിയിടുന്ന ടാഗ്, പേരെഴുതിയേക്കുന്ന ടാഗ്, ഇതെല്ലാം ശ്രദ്ധിച്ച് എവിടെയും ഒരു സ്ഥലത്ത് സ്ഥിരമായി അവൻ ഡിസിപ്ലിൻ പഠിക്കുകയാണ്. അതെവിടെ നിന്നാ? വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. സ്തോത്രം. ആത്മീയതയിലോ ഒട്ടും കുറയ്ക്കരുത്. രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അധ്യായത്തിൻ്റെ ഒരു ചെറിയൊരു 10 വാക്യങ്ങൾ അവനെ കൊണ്ട് വായിപ്പിച്ച് അവൻ തന്നെ 2 മിനിറ്റ് പ്രാർത്ഥിച്ച് എന്നിട്ട് അവനെ പറഞ്ഞു വിടാവും. നിങ്ങൾ പ്രാർത്ഥിച്ചു വിടണം, പക്ഷെ ശരിയാണ്, പക്ഷെ അവൻ തന്നെ പ്രാർത്ഥിക്കണം, അവൾ തന്നെ പ്രാർത്ഥിക്കണം. നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വന്നാൽ അവൻ ദൈവത്തിൻ്റെ വഴിയിലുണ്ടാകും. മാത്രമല്ല, അങ്ങനെയുള്ളവന് വേണ്ടി ദൈവം അവിടെ ഇവിടങ്ങളായി അവൻ എവിടെയെല്ലാം പോകുന്നോ, എവിടെയെല്ലാം അവന് ആവശ്യമുണ്ടോ അവിടെയെല്ലാം ദൈവം ഇറങ്ങി അവന് വേണ്ടി പ്രവർത്തിക്കും. നിലവിളിക്കുക, ശിംശോൻ നിലവിളിക്കുക. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളാണ്. 18-ാമത്തെ വാക്യം വായിക്കാം. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു. കണ്ടോ? ദാഹം കാരണം നിലവിളിക്കുക. അവിടെ വെള്ളം കിട്ടത്തില്ല. അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ, ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച അഗ്രഹർമ്മികളുടെ കയ്യിൽ വീണമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. കണ്ടോ? ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. കണ്ടോ? അവനത് പോയി കുടിക്കുക. അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു. എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ അറ്റത്ത് നിന്ന് അവൻ നിൽക്കുക. ഇപ്പം 1000 പേരെ തട്ട് ചെയ്തിട്ടുണ്ടോ? അതിന്റെ മേലത്തെ വാക്യത്തിൽ വായിച്ചാൽ മതി. 1000 പേരെ വകവരുത്തി. ഇപ്പോഴവൻ മരണത്തിന്റെ വക്കിൽ നിൽക്കുക. ആ മരണത്തിന്റെ വക്കിൽ നിന്ന് അവന് വേണ്ടി ദൈവം ഒരു കുഴി പിളരുമാറാക്കി. ദൈവത്തിന് വേണമെങ്കിൽ ആകാശത്തുനിന്ന്
ശിംശോനെ കൈ പിടിച്ചോ, ഞാൻ നിനക്ക് മാത്രമായിട്ട് ഇച്ചിരി വെള്ളം വിട്ടേക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടാൽ മതിയായിരുന്നു. അതിനും ദൈവത്തിന് കഴിയും. പക്ഷേ ദൈവം അതല്ല ചെയ്തത്. ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി ഈ മഹാജയം ശിംശോന് നൽകിയത് കൊണ്ട് ആ ലേഹിയിൽ നിന്ന് ആ ഉറവ അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. അത് നിന്നില്ല. താഴോട്ട് വായിച്ചു നോക്കണം. അതിൻ്റെ അടുത്ത വാക്യം കൊണ്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതുകൊണ്ട് അതിന് ഏൻ ഹക്കോരേ എന്ന് പേരായി. അത് ഇന്ന് വരെയും ലേഹിയിലുണ്ട്. കണ്ടോ, ലേഹിയിലുണ്ടെന്ന്. ഒരു ഉറവയാണ് തുറന്നത്. ആ ഉറവയ്ക്ക് അങ്ങോട്ട് എക്സ്പയറി ഡേറ്റ് നീട്ടി അങ്ങ് കൊടുത്തു. എക്സ്പയറി ഡേറ്റ്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ന് രാവിലെ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. ദൈവം നിനക്ക് വേണ്ടി, നിന്റെ കുഞ്ഞിന് വേണ്ടി ഒരു വഴി ദൈവം തുറക്കും. അത് നിന്റെ കണ്ണാൽ കാണും. സ്തോത്രം. വിശ്വസിക്കാൻ പറ്റുമോ? എങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് തുറന്നിരിക്കും. ആർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം ദൈവം അതിനെ തുറക്കും. ആർക്കും തുറക്കാൻ കഴിയാത്തവണ്ണം, സ്തോത്രം, അടയ്ക്കുവാനും കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഇന്ന് രാവിലെ എനിക്ക് വഴിയൊന്നുമില്ല, എന്ത് ചെയ്യുമെന്ന് ചേർത്ത് ഭാരപ്പെട്ടിരിക്കുകയാണോ, പ്രയാസത്തോട്ടിരിക്കുകയാണോ? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വരാൻ പോരാ. രാവിലെ സ്തോത്രം. പ്രാർത്ഥിക്കാൻ പോയത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കണ്ണുകളയോ. നല്ല ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അവിടുത്തെ പുത്രരക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസനിലേക്ക് അടുത്ത് വരുന്ന ഈ പ്രഭാതത്തിൽ ഈ വാത്സല്യമുള്ള ഈ കുഞ്ഞിന് വേണ്ടി, ഈ മാതാവിന് വേണ്ടി, ഈ സഹോദരന് വേണ്ടിയും പ്രാർത്ഥിക്കുക. സകല വഴികളും അടഞ്ഞ് ഇനി ഒരു വഴി മുമ്പിലില്ല എന്ന കർത്താവേ തകർന്ന് നിൽക്കുകയാണ്. മനസ്സുകൊണ്ട് തകർന്ന്, ഹൃദയം കൊണ്ട് വേവലാതിപ്പെട്ട, ആരോടും പറയാൻ കഴിയാത്ത വിധത്തിൽ നിൽക്കുന്ന ഈ സഹോദരനെ, സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് വേണ്ടി ഇന്നൊരത്ഭുതം, ഈ ദാഹമോത്തോടെ നിൽക്കുന്ന സമയത്ത്, ഈ വേദനയോടെ നിൽക്കുന്ന സമയത്ത്, ഈ പ്രയാസത്തോടെ നിൽക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഒരു അത്ഭുതത്തിന്റെ വഴി കഥ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിവരെ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, മറക്കരുത്, നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു കുഴി, നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു ഉറവ, നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങളുടെ ദാഹം തീർക്കാൻ, നിങ്ങൾക്ക് വേണ്ടി തന്നെ, മറ്റാർക്കും വേണ്ടിയാണ്, നിനക്ക് വേണ്ടി. കുഞ്ഞെ, നിനക്ക് വേണ്ടി പറഞ്ഞേ, എനിക്ക് വേണ്ടി ഇന്ന് തുറക്കും. പറഞ്ഞു. സ്തോത്രം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.